നമസ്കാരം. മേനോൻ മുഖ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു കുഞ്ഞു മോദി ടച്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു മോദിയെ കാണാം. എന്താണ് അങ്ങനെ പറഞ്ഞതെന്നല്ലേ? ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ 5 ദിവസത്തിന് ശേഷം സന്ദർശിച്ച മേനോന്റെ ഒരു ദൃശ്യം കാണാനിടയായി. ഇതേ നോക്കി. വേണ്ടൊരു പിടിക്ക് നല്ല കാപ്പി ആയിക്കോട്ടെ ഏയ് മോളെ കണ്ടല്ലോ, ഒരു കുഞ്ഞിനെ ദുരിതാശ്വാസ ക്യാമ്പിൽ അദ്ദേഹം ക്യാമറകൾക്ക് മുന്നിൽ കയ്യിലെടുത്ത് അതിനോട് അദ്ദേഹം വളരെ നൈർമല്യത്തോടു കൂടി പെരുമാറുകയാണ്. നിങ്ങൾക്ക് ഇതേ ദൃശ്യം 2024 ഓഗസ്റ്റിൽ, ഇതുപോലൊരു ഓഗസ്റ്റിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ അങ്ങ് ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങിയ വിശ്വഗുരു ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്ന സമയത്തിൽ ഇതേപോലത്തെ ഒരു ദൃശ്യമുണ്ടായിരുന്നു. ഇതേ നോക്കി. ക്യാമറ വേണ്ടൊരു പിടിക്ക് നല്ല കാപ്പി ആയിക്കോട്ടെ ഏയ് മോളെ അതന്ന് നൈസമോളയായിരുന്നു. കയ്യിലെടുത്തു, വലിയ ക്യാമറ ഫോട്ടോഷൂട്ട് നടത്തി, വലിയ പ്രചാരം അതിന് ലഭിച്ചു. പക്ഷേ ആ ഫോട്ടോ എടുത്ത് പൊടിയും തട്ടിപ്പോയി. എന്ത് സംഭവിച്ചു? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചില്ലി കാശ് കേന്ദ്രത്തിൽ നിന്ന് ആ ദുരിത ബാധിതർക്ക് വേണ്ടി അവർ സഹായിച്ചോ? ഇല്ലല്ലോ. പക്ഷേ കേരളം ഒരുമിച്ച് നിന്ന് അവരെ പിടിച്ചു നിർത്തി, അവർക്കൊരു ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കി. ആ സന്ദർഭത്തിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ കയറി ഇറങ്ങി സതീശൻ ഫോട്ടോഷൂട്ടുകൾ നടത്തി. ആ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ പേരിൽ ഫണ്ട് പിരിച്ചെടുത്തു. ഒരു കല്ലിട്ടതല്ലാതെ 2 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇതേ ഓഗസ്റ്റിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സതീശൻ അന്ന് പിരിച്ചെടുത്ത പണം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. വിശ്വഗുരുവിനെ പോലെ തന്നെ അദ്ദേഹം ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് വാചാഡോബോ ഒക്കെ നടത്തി ലൈവൊക്കെ ഇട്ട് അദ്ദേഹം വളരെ സിമ്പിളനായിട്ടുള്ള ജനങ്ങളുടെ വിഷമങ്ങൾ അറിയുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തി. ഇന്നിപ്പോ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി കുഞ്ഞിനെ എടുത്തും അവരെ താലോലിച്ചും അവിടെ നേരത്തെ സ്പോൺസർ ചെയ്ത കട്ടൻ ചായയൊക്കെ എത്തിച്ച് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ വ്യക്തി എന്ന് തോന്നിപ്പിക്കുകയാണ്. ഏതിനു ശേഷം നാട് നീളെ നടന്ന് ദുരന്തമുണ്ടായി 7 പേർ മരിച്ചപ്പോൾ കോഴിക്കോട് കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയ അതേ അതിവൈകാരികതയുള്ള മനുഷ്യൻ പിന്നാലെ ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ പോയി, ഒരു വലിയ തീന്മേശ സൽക്കാരത്തിന് പോയി. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മരണത്തിൽപ്പെട്ട മനുഷ്യരെ ഹെലികോപ്റ്ററിൽ അമ്മായിയച്ഛനെ കാണാൻ തേരാപ്പാര യാത്ര ചെയ്ത സന്ദർഭത്തിൽ ഒരു വേള അദ്ദേഹത്തിന് കൊച്ചിയിൽ ഇറങ്ങാൻ കാലാവസ്ഥ മോശമായപ്പോൾ പോലും അതുവഴി പോയപ്പോൾ ഒന്ന് താഴ്ന്നു പറന്നിരുന്നെങ്കിൽ ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും കാഴ്ച കാണാമായിരുന്ന സന്ദർഭത്തിൽ
അതൊന്നും ചെയ്യാതെ 5 ദിവസത്തിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പിൽ, കാര്യം സമയത്തൊന്നും പോയില്ല, വിമർശനം ഉണ്ടായപ്പോൾ പോയി ഒരു കുഞ്ഞ് മോഡി ഫോട്ടോഷൂട്ട് നടത്തി അതേ കേരള മോഡൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഇത് ഇത്രയും മതി, ഇതുകൊണ്ടവർ എന്നെക്കുറിച്ചൊരു വലിയ സങ്കല്പം ഉണ്ടാകും. ആ സങ്കല്പം ഉണ്ടാക്കിയിട്ട് പൊടിയും തട്ടി പോയി കഴിഞ്ഞാൽ ഈ സന്ദർഭത്തെ നമുക്ക് അവരുടെ കണ്ണിൽ പൊടിയിട്ട് അതിജീവിക്കാം. ഇതൊരു മികച്ച മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഒരു മണി ചെയിൻകാരന് മാത്രം നടപ്പിലാക്കാൻ പറ്റുന്ന മാർക്കറ്റിംഗ് തന്ത്രം. അത് മനസ്സിലാകുമ്പോൾ നമ്മുടെ നാട്ടുകാരെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാം പതിയെ മനസ്സിലാകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മുൻകൂട്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെന്ന് വരും. എന്നിരുന്നാലും ഒരു വ്യക്തിയെ കൃത്യമായി അനലൈസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മുൻകൂട്ടി പറയുന്നത്, ഇന്നിത് പറഞ്ഞു കേട്ട് നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. പിന്നീടുള്ള ഒരു കാലത്ത് ആ പറഞ്ഞിരുന്ന വാക്കുകൾ ശരിയായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ അവസരമുണ്ടായിരിക്കും.